പ്രിയ ദൈവമക്കളെ, പൗരോഹിത്യ ദിനത്തിൻ്റെ വലിയ ആനന്ദ അഭിഷേകങ്ങൾ എല്ലാവർക്കും നേരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ സന്യസ്തന് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. നിങ്ങളുടെ മഹത്വപൂർണമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. വിശുദ്ധ വിയാനി പുണ്യാളൻ, ഈ പുണ്യാളനോളം മഹത്വമുള്ള പൗരോഹിത്യ ജീവിതത്തെ ഉണർത്തുന്ന ഒരു വ്യക്തിയുണ്ട്. പൗരോഹിത്യം തീ പിടിപ്പിക്കുന്ന വിശുദ്ധനാരെന്ന് ചോദിച്ചാൽ അത് വിയാനി പുണ്യാളൻ തന്നെയാണ്. ഒരുപക്ഷെ പൗരോഹിത്യത്തിന്റെ വിപ്ലവം വിളിച്ചോതുന്ന കാഹള നാദത്തിന്റെ പേരല്ലേ വിശുദ്ധ വിയാനി എന്നുള്ളത്. ഓർക്കുന്നു, നാളുകൾക്ക് മുമ്പ് വിയാനി പുണ്യാളന്റെ നാട്ടില് ആ കൊച്ചു പള്ളിയില് ആഴ്ചയിലെ ആ പുണ്യ ഗേഹത്തിലെത്തിയപ്പോൾ ഞാൻ ആ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കാനായിട്ട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ദൈവം അത് സാധിച്ചു തന്നു. കുമ്പസാരക്കൂടിന് തീ പിടിപ്പിച്ച ഒരു വിശുദ്ധൻ. ആ പരിശുദ്ധാത്മ തീയിൽ വന്നവരൊക്കെ പുണ്യാത്മാക്കളായത്രേ. പ്രസംഗപീഠത്തിൽ നിൽക്കുമ്പോൾ ആളിക്കത്തുന്ന തീപ്പന്തമായിട്ട് പ്രസംഗപീഠത്തെ മാറ്റിയ ഒരു പുണ്യാളൻ. ഏറ്റവും പണ്ഡിതനും പ്രശസ്തനുമായവർ പോലും എളിമപ്പെട്ട് കേട്ടിരുന്ന വചനങ്ങൾ ഉണ്ടായ ആ തീപ്പന്തത്തിന്റെ പേരല്ലേ വിയാനി പുണ്യാളൻ. അൾത്താരയിൽ ബലിയർപ്പിക്കുവാനായിട്ട് കരങ്ങൾ വിരിച്ചപ്പം സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി എന്നുള്ളത് പുണ്യാളന്റെ ജീവിതമല്ലേ. പൗരോഹിത്യത്തിന്റെ പര്യായമല്ലേ പുണ്യാളൻ. ഒരു പുരോഹിതൻ എന്ന രീതിയിൽ എന്നെ ഇത്രയും ഉണർത്തുന്ന, എന്റെ പൗരോഹിത്യത്തെ ഉണർത്തുന്ന വേറൊരു വിശുദ്ധനില്ല. പുണ്യാളനെ പറ്റി കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു സഭയിൽ അനേകം പണ്ഡിതന്മാരെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പാണ്ഡിത്യത്തിന്റെ നിധിയുള്ള, സ്വർഗം കൊടുത്ത പാണ്ഡിത്യമുള്ള വേറെ ഏത് വിശുദ്ധനാ? പുണ്യാളൻ പറയുന്നില്ലേ, തിരുഹൃദയം പൊട്ടിയൊഴുകി കിടക്കുന്നതാണ് പൗരോഹിത്യമെന്ന്. പേടിയാകും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന്. വീണ്ടും പറയുന്നുണ്ടല്ലോ, പുരോഹിതനില്ലായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ആടുപീഠകളും മരണവുമൊക്കെ വ്യർത്ഥമായി പോയേനെന്ന്. വീണ്ടും പറയുന്നുണ്ടല്ലോ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഒരു മനുഷ്യനുണ്ട്. ഒരു മനുഷ്യന് സൃഷ്ടിക്കാൻ പറ്റുമെങ്കിലും ഒരു ഗോതമ്പപ്പം എടുത്തു വെച്ചിട്ട് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ സൃഷ്ടിക്കുന്ന പുരോഹിതൻ. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു മാലാഖയെയും ഒരു പുരോഹിതനെയും കണ്ടാൽ താൻ കൈകൂപ്പി നിൽക്കുമെന്നൊക്കെ ഈ പുണ്യാളൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിന്റെ ഉണർത്തുപാട്ട് അതാണ് ജോൺ മരിയ വിയാനി. ഇത്രത്തോളം മനസ്സിനെ അഭിഷേകം ചെയ്യുന്ന, ബലപ്പെടുന്ന, ഏത് തളർന്നു പോയ പുരോഹിതനും മാൻപേടയെ പോലെ കുതിച്ചു ആടുന്ന, കഴുകനെ പോലെ പറന്നുയരുവാനായിട്ട് അഭിഷേകം നൽകുന്ന വിശുദ്ധന്റെ പെരുന്നാളായിന്ന്. പൗരോഹിത്യ ദിനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും, പൗരോഹിത്യന്റെ നിറഞ്ഞ ആശീർവാദവും ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ, ശാലോം ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു.